നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഷ്കാര നടപടികളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമുകളാണ്. ആ പദ്ധതികളെ കൃത്യമായി പാർലമെന്റ് സമ്മേളനത്തിൽ മാത്രമാണ് പ്രതിപക്ഷത്തിന് കൃത്യമായി എതിർക്കാൻ പറ്റുന്ന ഒരു വേദിയായി കണ്ടുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ശക്തമായി ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം ഉപയോഗിച്ച് എതിർക്കുന്നത്. അവിടെ 15 ദിവസത്തെ ചർച്ച, ശൈത്യകാല സമ്മേളന ചർച്ചയിൽ ഗത്യന്തരമില്ലാതെയാണ് കേന്ദ്ര മന്ത്രിസഭ SIR നടപടികൾ ചർച്ച ചെയ്യാൻ ഏറ്റവും അവസാനം ചർച്ച ചെയ്യാം എന്ന് പറയുകയും, എന്നാൽ അങ്ങനെയല്ല, ഏറ്റവും അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടത് ഈ രാജ്യത്തിൻ്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യവും സെൻസസുമായി ബന്ധപ്പെട്ട കാര്യവുമാണെന്നും ബംഗാൾ, ബീഹാർ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൃത്യമായും ഈ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഉദിക്കുകയാണ്. അനധികൃത കുടിയേറ്റക്കാർ എന്ന രീതിയിൽ പലരെയും വോട്ടവകാശം തന്നെ ഹരിച്ചുകൊണ്ട് പലരുടെയും ബേസിക് നീഡ്സ്, പ്രാഥമിക അവകാശങ്ങൾ പോലും എടുത്തു കളഞ്ഞുകൊണ്ട് അവരെ അഭയാർത്ഥികളായി ചിത്രീകരിച്ച് അവരെ അനധികൃതമായി കുടിയേറിയവരാണ് എന്ന് കരുതിക്കൊണ്ട് ഈ രാജ്യത്ത് അധിവസിക്കുന്നവരെ ഈ രാജ്യത്തുള്ളവരല്ലാതാക്കുന്ന നിയമം, അത് കരിനിയമമാണ്. അത് ചവറ്റുകുട്ടയിൽ കളയണമെന്ന ആവശ്യമാണ് വരുന്നത്. അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനപ്പായസം ഉണ്ടണ്ട, അതിനുവേണ്ടി വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതിയെന്ന് കൃത്യമായി ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർളയോട് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ രാജ്യസഭയിൽ അവിടുത്തെ ചെയർപേഴ്സണായ CP രാധാകൃഷ്ണനോട് മല്ലികാർജുൻ ഖാർഗെയും കൃത്യമായി പറഞ്ഞതാണ്. നമുക്കറിയാം, ലോക്സഭയിലും രാജ്യസഭയിലും ഒരു രീതിയിലും BJPക്ക് സുഗമമായി പാർലമെന്റ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് പാർലമെന്ററി കാര്യ മന്ത്രിയായ കിരൺ റിജിജുവിനെ മുൻനിർത്തി കൃത്യമായി ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് എല്ലാ പാർട്ടികളുടെയും പൊതുവായ ഒരു അഭിപ്രായ ധാരണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും രമ്യതയിലേക്ക് പോകുമെന്നോ പരിഹരിക്കപ്പെടുമെന്നോ കരുതുകയേ വേണ്ട. കാരണം ഇത് BJPയുടെ അജണ്ടയാണ്. BJPക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ജനങ്ങളുടെ പിന്തുണ കൊണ്ട് എല്ലാ കാലവും കള്ളത്തരവും ചതിവും കാണിച്ചു കൊണ്ടുവരുന്നവർ എത്തുകയില്ല. ഓരോ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ കള്ളപ്പണം പിടിച്ചു വിദേശത്തുനിന്ന് സ്വിസ് ബാങ്കിൽ നിന്നും വിദേശത്ത് പൊളിറ്റീഷ്യൻസിൻ്റെ അക്കൗണ്ടുകളിൽ നിന്ന് പിടിച്ചെടുത്ത പണം സാധാരണക്കാർക്ക് വിതരണം ചെയ്യുമെന്നും ഒക്കെ തള്ളി മറിച്ച നരേന്ദ്രമോദി വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വ്യാജ ബിരുദം ഏറ്റെടുത്ത നരേന്ദ്രമോദി ഇങ്ങനെ പൊടിപ്പന്തൊങ്ങലും വെച്ച് തള്ളിവിടുന്നത് കേട്ട് ആളുകൾ പുളകിതരാകുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കൃത്യമായിട്ടുള്ള നേട്ടങ്ങൾ ഈ രാജ്യത്ത് ബിസിനസ് ടൈക്കൂൺസ്, BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകൾ കൊയ്തെടുത്തു ശതകോടിക്കണക്കിന് ലാഭം. പക്ഷേ എന്തിനും ഒരു അറുതിയുണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് ഈ പാർലമെന്റ് ശൈത്യകാല സമ്മേളനം വൻ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത്. ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ തകിടം മറിച്ച് ഈ രാജ്യത്ത് പാവപ്പെട്ടവൻ്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട് ഇവിടുത്തെ പൗരത്വം വരെ, ബേസിക് ആയിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പൗരത്വമാണ്, അതുവരെ നിഷേധിക്കപ്പെട്ടാൽ അത് ചർച്ച ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്.